അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുമ്പോഴേ പൊതുവെ എല്ലാവർക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത് ചിരിച്ചുകൊണ്ടാണെങ്കിലും ഇത് കേൾക്കുന്ന പലർക്കും ഇത് വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലരെയും നമ്മൾ ചൊറിയണമെന്ന് വിചാരിക്കുന്നില്ല, പക്ഷെ അവർ സ്വയം ഇങ്ങോട്ട് കയറി വന്ന് ചൊറിച്ചിൽ ഏറ്റുവാങ്ങുന്ന അവസ്ഥയാണ്. എന്നിട്ട് നമ്മളെ അങ്ങ് തെറി വിളിക്കുന്ന അവസ്ഥയാണ് ഇപ്പം കണ്ടുവരുന്നത്. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അത് ഒരു വശത്ത് നടക്കും. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നലത്തെ കളക്ഷൻ രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ തന്നെ ഇട്ടിരുന്നു. ഇത് ഏകദേശം അതൊക്കെ തന്നെ വരത്തുള്ളായിരുന്നു. പക്ഷേ അത് കൃത്യമാണ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷനും ഇന്നലത്തെ കളക്ഷനും കൂടെ ഒന്ന് അവലോകനം ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നലെ അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന ചിത്രം തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ബുധനാഴ്ച ദിവസം അത് 2,31,00,000 നേടിയത്. ഇന്നലെ അതിന് കളക്ഷൻ വീണ്ടും കൂടിയിരിക്കുന്നു. 2,52,00,000 നേടി 23,73,00,000 രൂപയാണ് ഒരാഴ്ച കൊണ്ട് സ്വന്തമാക്കിയത്. ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് ഇത് കരസ്ഥമാക്കിയത് 23,73,00,000 രൂപയാണ്. അപ്പം 9-ാം ദിവസത്തെ ഇന്നത്തെ ഇതിൻ്റെ ട്രാക്കിംഗ് എടുത്ത് നോക്കിയാലും മികച്ച കളക്ഷൻ, ഇന്നത്തെ പോലെ തന്നെ കളക്ഷൻ ഇന്ന് നേടും എന്ന് തന്നെയാണ്. അതൊരു പക്ഷേ അതിനും കൂടുതൽ അതുക്കും മേലെ പോകുന്ന ലക്ഷണമാണ് കാണുന്നത്. ഇപ്പം ഇതേവരെ കാണുന്നത് 1,82,00,000 രൂപയാണ് ഇതിൻ്റെ ട്രാക്കിംഗ് ആയിട്ട് കാണുന്നത്. അപ്പം ടോട്ടൽ നമ്മൾ ഇന്നുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് 25 കോടിക്ക് മുകളിലുള്ള തുക ഇന്ത്യയിൽ ഒട്ടാകെ ഇത് നേടിയിരിക്കുന്നു എന്ന് തന്നെ. അതിൻ്റെ കൂടുതൽ ഭാഗവും കേരളത്തിൽ നിന്നാണ് എന്നുള്ളത് നമുക്ക് സ്പഷ്ടവുമാണ്. അപ്പം ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന ചിത്രം തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു തരംഗമായി മാറുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇന്നത്തെ ഈ ആലപ്പുഴ ജിംഖാനയുടെ ടിക്കറ്റ് വിൽപ്പന എന്ന് പറയുന്നത് മികച്ച രീതിയിൽ തന്നെ ഇപ്പോഴും പോകുന്നുണ്ട്. ടിക്കറ്റ് വിൽപ്പന ഇന്ന് മണിക്കൂറിൽ 4,710 ടിക്കറ്റ് ഈ മണിക്കൂറിൽ വിറ്റ് പോകുന്നുണ്ട്. രാവിലെയൊക്കെ 7,000, 8,000 ടിക്കറ്റൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ സിനിമയുടെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽക്കുന്ന ഒരു ചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആലപ്പുഴ ജിംഖാനയാണ്. ബുക്ക് മൈ ഷോയിൽ നിന്ന് മാത്രം കേട്ടോ, എന്ന് പ്രത്യേകം എടുത്ത് പറയണം. ബാക്കി ഏതൊക്കെ രീതിയിൽ നിന്നും ടിക്കറ്റ് എടുക്കാൻ പറ്റുമല്ലോ. പക്ഷേ ബുക്ക് മൈ ഷോയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ആണ് എന്നുള്ളതും സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അതൊരു മലയാള ചിത്രമായതുകൊണ്ട്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത്തെ ചിത്രമായിട്ട് ഇന്ന് എടുക്കുന്നത് നമ്മുടെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന അജിത്തിൻ്റെ ചിത്രം. അജിത്തിൻ്റെ ചിത്രം 200 കോടി കടന്നു എന്നുള്ള വാർത്ത ഇന്നലെ ഞാൻ പങ്കുവച്ചിരുന്നു. അതിനുശേഷം ഇന്ന് 8-ാം ദിവസം ഈ ചിത്രം നേടിയത് 5,37,00,000 രൂപയാണ്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇച്ചിരി കുറവായിരുന്നു. എന്നാലും 5,73,00,000 രൂപ ഇത് നേടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യ ആഴ്ചയിൽ ഇത് നേടിയ കളക്ഷൻ എന്ന് പറയുന്നത് 119,22,00,000 രൂപയാണ്. 119,22,00,000 രൂപ ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. വേൾഡായിട്ട് ഇത് 200 കോടിക്ക് മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ട്രാക്കിംഗ് കളക്ഷൻ ഇന്ന് ഇപ്പോൾ ഇത്രയും നേരം വരെ ഈ ടൈം വരെ കിട്ടിയിരിക്കുന്നത് 4,02,00,000 രൂപയാണ്. അപ്പോൾ ഇന്നും ഏകദേശം 5 കോടിക്ക് മുകളിലുള്ള തുക തന്നെ പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ ഇന്നുകൊണ്ട് ഏകദേശം 123 കോടി 25 കോടിക്ക് മുകളിലുള്ള തുക തന്നെയായിരിക്കാം ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അജിത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു സിനിമയായിട്ട് ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന ചിത്രം മാറുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. പിന്നെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് മരണമാഫ്. ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് 3-ാം സ്ഥാനത്ത് ലാൻഡ് ചെയ്തെങ്കിലും ചിത്രം ഓടിത്തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് ഇത് 2-ാം സ്ഥാനത്തിലേക്ക് കുതിച്ചു കയറിയ ഒരു അത്ഭുത സിനിമ ആണ്. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ പോലെ വഹിച്ചു മാറ്റിയാണ് അദ്ദേഹം ഈ മരണമാഫ് എന്ന് പറയുന്ന ബേസിൽ ജോസഫ് ചിത്രം 2-ാം സ്ഥാനത്തേക്ക് കടന്നു കയറിയത്. അതിനുശേഷം യാതൊരുവിധ മാറ്റവും ഇല്ലാതെ തുടരുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത്. മരണമാഫിൻ്റെ ഇന്നലെ നേടിയത് 1,08,00,000 രൂപയാണ്. കഴിഞ്ഞ ദിവസത്തിനേക്കാളും കൂടുതലാണ് 1,08,00,000. ഈ മരണമാഫിൻ്റെ കരിയർ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2-ാമത്തെ ദിവസം കണ്ട് 1 കോടിക്ക് താഴെ വന്നിട്ടുണ്ട്. ബാക്കി എല്ലാ ദിവസവും തലേ ദിവസത്തെ അപേക്ഷിച്ച് ഏറ്റവും കൂടിയ കളക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
അതുതന്നെയായിരുന്നു നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊരു പടിപടിയായിട്ടുള്ള കയറ്റം തന്നെയാണ് ഇതിനുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ ചിത്രം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതൊരു വിജയത്തിലേക്ക് മാറുന്നു എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഇന്ന് ഇതിൻ്റെ ട്രാക്കിംഗ് കളക്ഷൻ നോക്കുമ്പോൾ 79 ലക്ഷം ഈ ടൈം വരെ ഇത് സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇനിയും ഷോകളുണ്ട്. അതിലൂടെ 1 കോടിക്ക് മുകളിൽ ഇന്നും ഈ ചിത്രം നേടും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ചിത്രം 12,32,00,000 രൂപ ഇന്ന് കൊണ്ട് സമ്പാദിക്കും എന്ന് ഏകദേശം ഉറപ്പായിരിക്കുക. ചിലപ്പം 12.5-13 കോടി റേഞ്ചിലേക്ക് ഈ ചിത്രം എത്തും. ഇനി നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കാത്തിരിക്കുന്ന ബഫൂക്ക എന്ന് പറയുന്ന മമ്മൂട്ടി സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ചിത്രത്തിൻ്റെ കളക്ഷനാണ്. അപ്പോൾ ഇന്നലെ ബഫൂക്ക നേടിയത് വെറും 44 ലക്ഷം രൂപ മാത്രമാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളട്ടെ. ഇന്ന് ബഫൂക്കയുടെ ട്രാക്കിംഗ് ആയിട്ട് ഇന്ന് ഈ ടൈം വരെ നേടിയിരിക്കുന്നത് 26 ലക്ഷം രൂപ മാത്രമാണ്. ഇന്നും ഏകദേശം 40 ലക്ഷം രൂപയ്ക്കുള്ളിൽ തന്നെയാണ് ബഫൂക്കയുടെ കളക്ഷൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ വരെ ബഫൂക്ക നേടിയിരിക്കുന്നത് 12,09,00,000 രൂപയായിരുന്നു. അത് ഇന്ത്യ ഒട്ടാകെ എടുക്കുമ്പോഴാണ് 12,09,00,000 രൂപ. 11 കോടിക്ക് മുകളിലെങ്ങാണ്ടേ ഉള്ളൂ കേരളത്തിൽ നിന്ന്. അപ്പോൾ ഇന്നുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 12.5 കോടി രൂപയ്ക്ക് മുകളിലാണ്. വേൾഡ് വൈഡായിട്ട് ഇത് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 24 കോടിക്ക് മുകളിലുള്ള തുക തന്നെയാണ്. ഇതിൻ്റെ ഒന്നും കൃത്യമായിട്ടുള്ള തുക ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. ഇത് ട്രാക്കേഴ്സ് നൽകുന്ന കണക്കാണ് നമ്മുടെ കയ്യിലുള്ളത്. അടുത്ത ചിത്രം നമ്മൾ നോക്കിക്കാണുന്നത് എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രമാണ്. 23 ദിവസമായിട്ടും ഇപ്പോഴും വിമർശകർ പറയുന്ന മുടക്കുന്നൽ തിരിച്ചു പിടിച്ചിട്ടില്ല. 150 കോടി മുടക്കിയെന്നാണ് അവർ അവകാശപ്പെടുന്നത്. 150 കോടിയില്ല, 125 കോടിയാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് യാതൊരു രക്ഷയില്ല. 150 കോടി, 150 കോടി തന്നെ ഇരുന്നോട്ട്. എന്നിട്ട് 265, 270 കോടി ഇപ്പോഴും കളക്ഷൻ നേടിയ ചിത്രം മുടക്കുമുതൽ തിരിച്ചു പിടിച്ചിട്ടേ ഇല്ല എന്നാണ് ഇപ്പോഴും വിമർശകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ തന്നെ നിൽക്കട്ടെ, ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരുടെ ചെവിക്കകത്തൊട്ടും കയറത്തില്ല. പക്ഷേ ഇതിൻ്റെ എമ്പുരാൻ്റെ കളക്ഷൻ നോക്കുക, എമ്പുരാൻ ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്നേ ഇല്ല എന്നുള്ളതാണ് ഈ കൂട്ടരുടെ. എമ്പുരാൻ 10 മടക്കി താഴെയിരുന്നു. പക്ഷേ ഇപ്പം ഏറ്റുമുട്ടുന്നത് ബഫൂക്കയുമായിട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. രസകരമായ സംഭവം. 23 ദിവസം മുമ്പ് റിലീഫായ എമ്പുരാനും 7 ദിവസം മുമ്പ് റിലീഫായ ബഫൂക്കയും തമ്മിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടാൻ. കാരണം ഇതിൻ്റെ കണക്കുകൾ നോക്കി കഴിയുമ്പോൾ ബഫൂക്ക ഇന്നലെ 44 ലക്ഷം രൂപ നേടിയപ്പോൾ എമ്പുരാൻ നേടിയത് 30 ലക്ഷം രൂപ. എമ്പുരാനെ സംബന്ധിച്ച് തിയേറ്ററിൻ്റെ എണ്ണവും കുറവാണ്, ഷോയുടെ എണ്ണം. ഇന്നത്തെ അവസ്ഥയിൽ ഇപ്പം നേടിയിരിക്കുന്നത് എന്ന് പറയുന്നത് 18 ലക്ഷം രൂപയാണ് ഈ ടൈം വരെ എമ്പുരാൻ നേടിയിരിക്കുന്നത്. ബഫൂക്ക നേടിയിരിക്കുന്നത് 26 ലക്ഷം രൂപയേ ഉള്ളൂ. അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ നിന്നൊട്ടാകെ എമ്പുരാൻ നേടിയിരിക്കുന്ന 105 കോടി രൂപ, 105,65,00,000 രൂപയാണ്. നമ്മുടെ ബഫൂക്ക നേടിയിരിക്കുന്നത് 12,09,00,000 രൂപയാണ്. എന്നിട്ടും പറയുന്നത് എമ്പുരാൻ വിജയിച്ചിട്ടേ ഇല്ല. 28 കോടി മുടക്കിയ 28 കോടി മുടക്കിയിട്ട് 24 കോടി നേടിയ ബഫൂക്ക വിജയിച്ചു. 150 കോടി മുടക്കിയെന്ന് ഇവർ തന്നെ അവകാശപ്പെടുന്നു. എന്നിട്ട് 270 കോടി കിട്ടിയിട്ട് എമ്പുരാൻ വിജയിച്ചിട്ടേ ഇല്ലെന്നാണ് പറയുന്നത്. ഇവരോട് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് മനസ്സിലാവില്ല. അതുപോലെ ടിക്കറ്റിൻ്റെ എണ്ണം നോക്കിയാൽ അതിനും രസകരമായിട്ടാണ് കാണുന്നത്. ഇന്ന് നമ്മുടെ ആലപ്പുഴ ജിംഖാനയാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റുപോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഈ മണിക്കൂറിൽ 4,710 ടിക്കറ്റ് ഇപ്പം വിറ്റുകൊണ്ടിരിക്കുകയാണ്. 8,000 വരെയൊക്കെ കടന്ന സമയമുണ്ട്. മരണമാഫ് 1,360 ടിക്കറ്റ് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. ബഫൂക്ക എന്ന് പറയുന്ന 24 മണിക്കൂർ കൊണ്ട് വിറ്റത് 6,710 ടിക്കറ്റാണ്. എമ്പുരാൻ വിൽക്കുന്നത് 5,580 എന്നാണ് അവസ്ഥ. അപ്പം എമ്പുരാനും ബഫൂക്കയും തമ്മിലാണ് ഇപ്പോൾ ഏറ്റുമുട്ടൽ. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, 23 ദിവസം മുമ്പ് റിലീസായ ചിത്രവുമായിട്ടാണ് ബഫൂക്കയ്ക്ക് ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുള്ളത്. അത് തന്നെ എനിക്ക് തോന്നുന്നു അത് തന്നെ വലിയൊരു കാര്യമാണെന്ന് തോന്നുന്നു. കാരണം എന്താ പറയുക, ഒരു കോടികൾ നേടിയ ചിത്രവുമായിട്ടല്ലേ ഏറ്റുമുട്ടേണ്ടി വരിക. അത് തന്നെ ഒരു ഭാഗ്യമല്ല അല്ലേ എന്ന് സമാധാനിക്കുക, അല്ലാതെ ഞാനെന്ത് പറയാനാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.